വരാനിരിക്കുന്ന റമളാനു ഷരീഫ്, ആ റമളാനു ഷരീഫിനെ നാം വരവേൽക്കാൻ വേണ്ടി അതിൻ്റെ മുന്നോടിയായി അള്ളാഹു നമുക്ക് തന്ന 2 മാസങ്ങൾ, വിശുദ്ധമായിരിക്കുന്ന റജബ് മാസവും ഷഅബാൻ മാസവും. ആസന്നമാകുന്ന റജബ് മാസത്തിൽ റമളാനിനെ വരവേൽക്കാൻ നമുക്ക് തയ്യാറാവണം. ശാരീരികമായും ആത്മീയമായും നാം ഒരുങ്ങി തയ്യാറാവേണ്ടതുണ്ട്. എങ്ങനെയാണ് ആത്മീയമായി നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ മനസ്സിനെ നാം റജബിലൂടെ റമളാനിലേക്ക് പാകപ്പെടുത്തിയെടുക്കുന്നത്? ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫാണ് നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മുസൽമാൻ്റെയും മനസ്സിൽ വളരെയധികം ആഹ്ലാദത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മനിർവൃതിയുടെയും മാസമായ വിശുദ്ധമായിരിക്കുന്ന റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ആ റമളാനിന് മുന്നോടിയായി 2 മാസം റജബും ഷഅബാനും, ആ 2 മാസത്തിൽ നാം അള്ളാഹുവിനോട് കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. റജബുൻ ഷഹറുല്ലാഹ്, റജബ് അത് അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാനു ഷഅരി, ഷഅബാൻ എൻ്റെ മാസമാണ്. വ റമളാനു ഷഅരു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസവുമാണ് എന്ന് പറഞ്ഞാൽ റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറയുമ്പോൾ ആ റജബിനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിൻ്റെ മാസമായിരിക്കുന്ന റജബിനിക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ആ റജബ് മാസത്തിൽ തത്ഹീറുൽ ബദൻ, നമ്മുടെ ശരീരത്തിനെ നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിനെ നാം ശുദ്ധീകരിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ, അതിൽ നിന്ന് നാം മാറി നിന്നുകൊണ്ട് ശരീരത്തിനെ നാം ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ശരീരത്തിനെ ശുദ്ധീകരിക്കാനുള്ള മാസമാണ് റജബ് മാസം. വരാനിരിക്കുന്ന ഷഅബാൻ മാസം എന്ന് പറയുന്നത് തത്ഹീറുൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫ് എന്ന് പറയുന്നത് നമ്മുടെ തത്ഹീറു റൂഹ്, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള മാസവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കേണ്ട മാസമായിരിക്കുന്ന റജബ് മാസത്തിൽ നാം നമ്മുടെ ശരീരം കൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ നാം ശുദ്ധീകരിച്ചു വെക്കേണ്ടതുണ്ട്. റജബ് മാസത്തിൽ ഇസ്തിഗ്ഫാർ ധാരാളമായി നാം അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ നാം അധികരിപ്പിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ധാരാളം ബറക്കത്തിനെ നാം ചോദിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, മുത്തുനബി പ്രാർത്ഥിച്ചതാണ്. ആ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ, ബറക്കത്ത് ചൊരിയണേ അല്ലാ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്നുള്ള മുത്തുനബിയുടെ പ്രാർത്ഥന. അത് റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണം. അപ്പോൾ റജബ് മാസത്തിൽ അള്ളാഹു നമുക്ക് ധാരാളമായി ബറക്കത്ത് ചൊരിയുന്ന മാസമാണ്. ആ ബറക്കത്തിനെ നാം അള്ളാഹുവിനോട് ധാരാളമായി ചോദിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥന നാം ധാരാളമായി അധികരിപ്പിക്കേണ്ടതുണ്ട്. റജബിലും ഷഅബാനിലും നാം അധികരിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നുള്ള പ്രാർത്ഥന. അതിനോട് ചേർത്തിക്കൊണ്ട് കുറേ ആളുകൾ പല പ്രാർത്ഥനയും ദുആ ചെയ്യാറുണ്ട്. വഫ്ഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ എന്നൊക്കെ അതിനോട് ചേർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബറക്കത്തിനെ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അത് റജബിൽ നാം ധാരാളമായി ചൊല്ലണം. അത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കണം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം. മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. റജബ് മാസം എന്ന് പറയുന്നത് വിത്തിടേണ്ട മാസമാണ്.
അതായത് നമ്മളൊരു കൃഷി നടത്തുകയാണെങ്കിൽ ആ കൃഷിക്ക് നാം വിത്ത് ഇടേണ്ട ഒരു മാസമുണ്ടാകും. ഒരു മാസം അതിന് വിത്തിട്ടുകൊണ്ട് അതിനെ പരിപാലിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെയാണ് റജബ് മാസത്തിൽ നാം വിത്തിടുകയും ശഅബാൻ മാസത്തിൽ ആ വിത്തിൽ നിന്ന് വരുന്ന മുളച്ചു വരുന്ന കൃഷികൾക്ക് വേണ്ട വളവും അതിൽ വരുന്ന കളകളൊക്കെ പറിച്ചു കളഞ്ഞുകൊണ്ട് ആ റജബ് മാസത്തിൽ നാം അതിൻ്റെ ചെടിയെ വൃക്ഷത്തിനെ നല്ലവണ്ണം നന്നാക്കേണ്ടതുണ്ട്. റമളാൻ മാസത്തിൽ നാം വിളവെടുക്കുകയും ചെയ്യണമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ നമ്മുടെ ശരീരത്തിനെ നാം പാകപ്പെടുത്തിയെടുക്കുകയും ശഅബാൻ മാസത്തിൽ നമ്മുടെ ആത്മാവിനെ നാം റമളാനിലേക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കുകയും റമളാനിൽ നാം കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ആ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കൂടുതൽ വാരിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് മഹാന്മാർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധമായിരിക്കുന്ന റമളാൻ ഷരീഫിനെ സ്വാഗതം ചെയ്യാൻ ഈ റജബ് മാസത്തിനെ നാം തയ്യാറാക്കുക. എത്ര വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി എത്ര വർഷം നമുക്ക് ബാക്കിയുണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ റമളാൻ ഷരീഫിനെ നാം വളരെയധികം ആദരവോടുകൂടി ബഹുമാനത്തോടെ നാം സ്വീകരിക്കാൻ തയ്യാറാവണം. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിൽ തന്നെ നാം അതിനു വേണ്ടി അധ്വാനിക്കണം. നമ്മുടെ ആ ശരീരത്തിനെ നാം ശുദ്ധീകരിക്കണം. ശരീരത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മൊബൈൽ ഫോണുകളിലൂടെ നാം കാണുന്ന ഹറാമുകൾ, സിനിമകൾ പോലത്തെ മറ്റു കോമഡികൾ പോലത്തെ വേണ്ടാത്തരങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും റമളാനിലേക്ക് വേണ്ടി പാകപ്പെടുത്തിയെടുക്കാനാണ് റജബും ശഅബാനും 2 മാസം നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റജബ് മാസത്തിൽ നാം ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം. റജബ് മാസത്തിൻ്റെ ധാരാളം ശ്രേഷ്ഠതകൾ റജബ് മാസത്തിനുണ്ട്. അപ്പോൾ ആ റജബ് മാസത്തിൻ്റെ ഈ ശ്രേഷ്ഠതകളൊക്കെ നാം കണക്കിലെടുത്തുകൊണ്ട് റജബ് മാസത്തിന് നാം വളരെയധികം ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വീകരിച്ച് റജബ് മാസത്തിലാണ് നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത്. ഇസ്രാ മിഅ്റാജ് നടന്ന റജബ് മാസത്തിലാണ്. അതൊക്കെ കൊണ്ട് തന്നെ റജബ് മാസത്തിനൊക്കെ വളരെയധികം പവിത്രതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ആ ശ്രേഷ്ഠതയും പവിത്രതയും നാം മാനിച്ചുകൊണ്ട് നമ്മുടെ തത്ഹീറുൽ ബദൻ, നമ്മുടെ ശരീരത്തിനെ നാം റജബ് മാസത്തിൽ ശുദ്ധിയാക്കിയെടുക്കുക. വിശുദ്ധമായിരിക്കുന്ന ശഅബാനിനെയും റമളാനിനെയും നാം സ്വീകരിക്കുക. അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.